എല്ലാവർക്കും നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സും പോളാർ കോർഡിനേറ്റ്സും ഒക്കെ പഠിച്ചവരാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്, കോംപ്ലക്സ് ഫങ്ഷൻസ് അല്ലേ. കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് കിടക്കാൻ പോവാണ് അല്ലേ. അപ്പം കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്നൊരു ഐഡിയ എല്ലാവർക്കും ഉണ്ടല്ലോ. A+IB ഫോമിൽ എഴുതാൻ പറ്റുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കാം. എ അതിൻ്റെ റിയൽ പാർട്ടായിരിക്കും, ബി അതിൻ്റെ ഇമാജിനറി പാർട്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കോൺജുഗേറ്റുകൾ, പോളാർ ഫോമുകൾ എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു കോംപ്ലക്സ് ഫങ്ഷൻസ്. എന്താ ഒരു കോംപ്ലക്സ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലക്സ് നമ്പർ എന്താ, X+IY ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിച്ചു. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പേഴ്സായ എക്സിനും വൈക്കും പകരം ഫങ്ഷൻസ് അസൈൻ ചെയ്യുവാണെങ്കിൽ, അതായത് എക്സിലും വൈയിലും ഒക്കെ ഉള്ള ഫങ്ഷൻസ് അസൈൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ എന്ന് വിളിക്കുക, കോംപ്ലക്സ് ഫങ്ഷൻസ് എന്ന് വിളിക്കുക. അതായത് X+IY ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ, ആ എക്സും വൈയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് ഫങ്ഷൻസ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, f(z) is equal to u(xy) plus i into v(xy) എന്ന് എഴുതാം. വേറെ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് തന്നെയാണ്, v എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഇമാജിനറി പാർട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കട്ടെ. 2xyi plus x minus y into x minus y. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഞാൻ റിയൽ രണ്ടാമതും ഇമാജിനറി ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. നമ്മളിതിനെ X+IY എന്ന് പറയുന്ന ഫോമിൽ തന്നെ എക്സ് എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു അവിടെ അസൈൻ ചെയ്തത്. 2+3i നമ്പറിന് പകരം എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻസ് അസൈൻ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാം, കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. ഞാൻ എഴുതിയ എക്സാമ്പിളിൽ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്തുവാ, x minus y, ഇമാജിനറി പാർട്ടോ 2xy. അപ്പോൾ എക്സിലോ വൈയിലോ ഉള്ള ഫംഗ്ഷൻസ് കൂടി നമ്പേഴ്സിന് പകരം അസൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. എനി കോംപ്ലക്സ് ഫംഗ്ഷൻ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ u+iv, where u is a function of x and y and v is a function of x and y. ഓക്കെ, ഇതാ കോംപ്ലക്സ് ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കിക്കേ. f(z) is equal to x² minus 3y² plus 5xyi. ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്നതായിരിക്കും റിയൽ പാർട്ട്, ഈ ഐയുടെ കൂടെ കിടക്കുന്നതായിരിക്കും ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇതിന് റിയൽ പാർട്ട് എന്തുവാ, x² minus 3y². ഇതിന് ഇമാജിനറി പാർട്ട് എന്തുവാ, 5xy. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനകത്തുനിന്ന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ താഴെ കുറേ ഫംഗ്ഷൻസ് പറയുക, ഇതിൻ്റെ എല്ലാം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നിങ്ങൾ എഴുതണം. f(z) is equal to z². നേരത്തെ തന്ന പോലാണോ ഫംഗ്ഷൻ കിടക്കുന്നത്? അല്ല, z². അപ്പം നമുക്ക് z എന്താണ് നമുക്കറിയാം. z എന്തുവാ, X+IY. അപ്പം എങ്ങനെയാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുന്നത് അറിയാവോ, ഇസഡിൻ്റെ സ്ക്വയർ. അപ്പം f(z) is equal to X+IY സ്ക്വയർ ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. എങ്ങനെയാണ് സ്ക്വയർ ചെയ്യുക, a+b the whole square. What is a+b the whole square? a² plus 2ab plus b². അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്ക്വയർ ചെയ്തേ. x² plus 2 into x into iy 2xyi പ്ലസ് സെക്കൻഡ് ടൈം b iyൻ്റെ സ്ക്വയർ. അപ്പോൾ x² plus 2xyi. ഐയുടെ സ്ക്വയർ എടുക്കുമ്പം എന്ത് സംഭവിക്കും, iy² എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം i² y². ഓക്കെ, ഇനി നോക്കിക്കേ, x² plus 2xyi, i² വില എന്താ, -1. മൈനസ് എന്ന് വരും y². -1 into y² is -y². ഇനി നമ്മൾ റിയൽ ഒരുമിച്ച് എഴുതുക, ഇമാജിനറി ഒരുമിച്ച് എഴുതുക. റിയൽ പാർട്ട് ഇവിടെ ആരാ, അപ്പം x² minus y² പ്ലസ് ഇമാജിനറി പാർട്ട് എന്തുവാ, 2xyi. അപ്പം നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, റിയൽ ഇസഡ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ആരാ, x² minus y². ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡിനെ, ഇമാജിനറി ഇസഡ് എന്താ, 2xy. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്തത് ക്ലിയർ ആണോ. കോംപ്ലക്സ് നമ്പർ എഴുതുന്നു, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്ത് നോക്കുക. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, X+IY. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നോക്കിക്കേ, f(z) is equal to e⁻z. അപ്പോൾ e⁻z ഒക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇസഡ് കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക, ഇസഡ് കണ്ടാൽ എന്ത് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞേ, X+IY. അപ്പോൾ e⁻x+IY. ഇനി നോക്കിയേ, a⁻m+n നമുക്ക് എങ്ങനെ മാറ്റാം, a⁻m into a⁻n എന്ന് മാറ്റാം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും, e⁻x into e⁻IY. ഓക്കെ ആണോ. ഇനി നോക്കിക്കേ, ഇപ്പം
ഇപ്പോഴും നമുക്ക് ആ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇത് a+ib എന്ന് പറയുന്ന ആ ഫോമിലോട്ട് മാറിയോ? ഇല്ല. പക്ഷെ നമ്മൾ പഠിച്ച് പോളാർ ഫോം നമ്മൾ പഠിച്ചില്ലേ? e⁻θ എവിടെ കണ്ടാലും നിങ്ങൾ എന്തോ എഴുതാൻ പറഞ്ഞു തന്നു? cos θ പ്ലസ് i sin θ ആണോ? അങ്ങനെയാണെങ്കിൽ e⁻iy നെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞതാ? e⁻x ഇൻറ്റു കഴിഞ്ഞൊരു ബ്രാക്കറ്റ് വേണം പറ cos y പ്ലസ് i sin y. ക്ലിയർ ആണോ? ഇപ്പോഴും നമ്മുടെ ആ ഒരു ഫോം കംപ്ലീറ്റ് ആയില്ല. ഒരു e⁻x പുറത്തുണ്ട്. അപ്പം നമുക്ക് അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറ്റാം. അപ്പോൾ ബ്രാക്കറ്റ് അകത്തോട്ട് കയറ്റുമ്പം e⁻x cos y പ്ലസ് i ഇൻറ്റു e⁻x sin y. ഇപ്പം നോക്കിയേ സം u(x y) പ്ലസ് i ഇൻറ്റു v(x y) എന്ന ഫോമിലായില്ലയോ? അപ്പം നമ്മുടെ റിയൽ പാർട്ട് r(z) വേണമെങ്കിൽ നമുക്ക് u എന്ന് വിളിക്കാം. റിയൽ പാർട്ട് ആരാ? e⁻x ഇൻറ്റു cos y, i ഇല്ലാത്ത ആള്. ഓക്കെ ആണോ? ഇമാജിനറി പാർട്ട് വേണമെങ്കിൽ v എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പം ഇമാജിനറി z എന്തുവാ? e⁻x ഇൻറ്റു sin y. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും മനസ്സിലായോ? അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ e⁻z എടുത്തപ്പം നമ്മൾ ഇസഡിന് വാല്യൂ ഒക്കെ കൊടുത്തു. പക്ഷെ അത് കറക്റ്റ് ഫോമിലാക്കാൻ e⁻iθ മറന്നു പോകരുത്. e⁻iθ എന്താ? cos θ പ്ലസ് i sin θ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം, ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി. ലോഗ് ഇസഡ് നോക്കിക്കേ. ലോഗ് ഇസഡിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പം ചെയ്ത പോലെ ഒന്ന് പറയാവോ? നമ്മൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ x+iy എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഗിനകത്ത് x+iy എന്നാവും. നമ്മൾ ലോഗ് a+b എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ലോഗ് a+b അല്ലാതെ ലോഗ് ab എന്ന് വരികയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് a പ്ലസ് ലോഗ് b എന്ന് എഴുതാം. അതുപോലെ ലോഗ് a/b കണ്ടാൽ അതിനെ നമുക്ക് ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ പറയുന്നത്. അപ്പൊ ലോഗ് എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് a/bനെ എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. ഇനിയും ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ലോഗരിതത്തിന്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ലോഗ് x⁻n എന്ന് കിടക്കുകയാണെങ്കിൽ ഈ പവറിൽ കിടക്കുന്നതിനെ ലോഗരിതത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടിടാം. n log x എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ലോഗരിതത്തിന്റെ ഇത്രയും പ്രോപ്പർട്ടികളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ലോഗ് എ ബിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് a/bനെ ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് x⁻n ആണെങ്കിലോ എന്തെങ്കിലും നമ്പർ ലോഗ് x² എന്നൊക്കെ കിടക്കുകയാണെങ്കിൽ ആ 2നെ പിടിച്ച് ലോഗിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. 2 log x എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ലോഗ് ഇങ്ങനെ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുക? ഇങ്ങനെ എഴുതരുത്. അതിന് പകരം ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ab എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോമിലുള്ള എന്തെങ്കിലും എഴുതണം. ആണല്ലോ? അപ്പോൾ പ്രോഡക്റ്റ് ഫോമിൽ എഴുതാൻ നമ്മുടെ കയ്യിൽ ആകെപ്പാടെ ഇസഡിനെ x+iy കാർട്ടീഷ്യൻ കോർഡിനേറ്റാ. അപ്പം അതിൻ്റെ പോളാർ എന്തായിരുന്നു? നോർത്ത് നോക്കി, r(e⁻iθ). ഓർമ്മയുണ്ടോ? r(e⁻iθ). അപ്പം ഇസഡിന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ? r(e⁻iθ) എന്ന് കൊടുക്കണം. ശരിയാണോ? അപ്പം എങ്ങനെ വരുവാടാ? ലോഗ് r(e⁻iθ). ക്ലിയർ ആണ്? ഇനി നോക്കി, ഇത് ലോഗ് a ഇൻറ്റു ബി എന്ന് കിടക്കുക. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ലോഗ് r പ്ലസ് ലോഗ് e⁻iθ. ക്ലിയർ ആണ്? ഇനി നോക്കിക്കേ, r എന്തുമായിരുന്നു? ഇനി നമുക്ക് നമ്മുടെ കണക്ക് തീർന്നില്ല. ഈ തീറ്റായും ആറിനും ഒക്കെ പകരം എക്സും വൈയിലുമാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. കാരണം നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ u(xy) പ്ലസ് i ഇൻറ്റു v(xy) എന്നാ. പക്ഷേ ഈ കിടക്കുന്ന ആറിലും തീറ്റായില്ലോ, തിരിച്ചു മാറ്റണ്ടായോ? മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ കോംപ്ലക്സ് ഫോം എഴുതുമ്പം r എന്തുമായിരുന്നു? മോഡ് z. ഇനി മോഡ് z എന്തുവാടാ? √(x² പ്ലസ് y²). അപ്പൊ ഈ 6 കിടക്കുന്നിടത്ത് ലോഗ് √ എന്തെന്ന് എഴുതാം? x² പ്ലസ് y². ക്ലിയർ? പ്ലസ് ഇനി ലോഗിന്റെ മറ്റേ പ്രോപ്പർട്ടി ഒന്ന് അപ്ലൈ ചെയ്തേ. പവറിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ പിടിച്ച് ലോഗരിതത്തിന്റെ എവിടെ ഇടാം മക്കളെ? മുന്നിലിടാം. അപ്പൊ i⁻ ഇൻറ്റു എന്തെന്ന് വരും? ലോഗ് e എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, ഈ റൂട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് x² പ്ലസ് സിംപ്ലിഫിക്കേഷൻ അല്ല, ഇറ്റ്സ് അനദർ റെപ്രസെന്റേഷൻ ആണ്. √(സ്ക്വയർ റൂട്ടിനെ നമുക്ക് എന്തെന്ന് എഴുതാം? (1/2) എന്ന് എഴുതാം. ഇനി ലോഗ് ഇയുടെ വില 1 ആണ്. ലോഗ് ഇയുടെ വില എന്താണ്? 1. ലോഗരിതം ഓഫ് ഇ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ലോഗ് എ 1 ആവുമ്പം ഈ വാല്യൂ 1 ആയി പോവും. പ്ലസ് i ഇൻറ്റു തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? tan inverse y/x. ദാറ്റ് ഈസ് തീറ്റ. tan inverse y/x. ദെൻ നിങ്ങൾ നോക്കി, വീണ്ടും ഒരു ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ 1/2 പവറിൽ കിടക്കുക. മുന്നിൽ എഴുതിയാൽ 1/2 ലോഗ് x² പ്ലസ് y² പ്ലസ് i ഇൻറ്റു tan inverse y/x.
ഇപ്പം നമുക്ക് എക്സിലും വൈയിലും ഒക്കെ കിട്ടി. സം യു പ്ലസ് ഐ വി എന്ന ഫോമിൽ കിട്ടിയല്ലോ. അപ്പം നമ്മുടെ റിയൽ പാർട്ട് ഇതായിരിക്കും റിയൽ പാർട്ട്. അപ്പം നമ്മുടെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്താ മക്കളെ? യു എന്ന് പറയുന്നത് എന്താ? 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആണോ? ഇനി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ദാറ്റ് ഈസ് വി. എന്താ വി? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് റിയൽ പാർട്ട് ഓഫ് ഇസഡും അതെന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ലോഗരിതം വന്നാൽ ലോഗരിതത്തിന് പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് കിടന്നാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതണം. പക്ഷെ അങ്ങനെ എഴുതിയാലും ഈ ആറിനെയും തീറ്റേനെയും പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എക്സിലെയും വൈയിലോട്ടും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കോംപ്ലെക്സ് ഫംഗ്ഷൻസ് പറഞ്ഞു. കോംപ്ലെക്സ് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിക്കേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ലിമിറ്റ്. കോംപ്ലെക്സ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് എന്താണെന്ന് പറയണം. അതിനു മുമ്പ് ഈ ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ലിമിറ്റ് എന്തൊരു ഫംഗ്ഷൻ്റെയും ലിമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയിരുന്നേ. ഇതാണ് നമുക്കൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ്. ലിമിറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സം എന്താ പറയുക എക്സ് നോട്ട് എഫ് ഓഫ് എക്സിൻ്റെ വില എൽ. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം വാല്യൂ എൽ. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ അല്ല, എങ്ങോട്ടോ അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ അപ്രോച്ച് ചെയ്യുന്ന വിലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിമിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. അതായത് എക്സ് നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പം എഫ് ഓഫ് എക്സ് ഏതോ ഒരു വിലയിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഈ അടുത്തടുത്ത് വരുന്ന വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റ്. ഓക്കെ. ഇപ്പോഴും ക്ലിയർ ആയില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1. എനിക്കിതിൻ്റെ വില കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ്ട മക്കളെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കാൻ പോവാണേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. ഇതാണ് ഞാനിപ്പം ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ എവിടെയുള്ളൊരു പോയിന്റാണ് എക്സിൻ്റെ വാല്യൂ 1. അപ്പം എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അടുത്തോണ്ടിരിക്കുക. 1ലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ നമ്പർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം, 1ന്റെ റൈറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം, ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കാം. എക്സാമ്പിളായിട്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ലൈൻ ആണെന്ന് ഇരിക്കട്ടെ ഇതിൻ്റെ ഗ്രാഫ്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക, 1ന്റെ ലെഫ്റ്റിൽ നിന്ന് കുറേ വില ഇങ്ങനെ 1നോട് അടുത്തുകൊണ്ടിരിക്കുക, 1ന്റെ റൈറ്റിൽ നിന്നും കുറേ വാല്യൂ ഇങ്ങനെ 1നോട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അപ്രോച്ച് ചെയ്യാൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ 1ലേക്ക് എത്തുന്ന വിലകൾ. അപ്പം 1ന്റെ തൊട്ടടുത്തല്ല, അത് അങ്ങേ അറ്റത്തൊന്നും വരുമല്ല. അപ്പം 1ന്റെ തൊട്ട് വലത്തീന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കുറച്ച് വിലകളെ നമ്മളൊന്ന് പറഞ്ഞു നോക്കി. വലത്തൂന്ന് അപ്രോച്ച് ചെയ്യുന്ന കുറച്ച് വാല്യൂ നോക്കി. 2 എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. സം 1.01. അതിൻ്റെ ഇപ്പുറത്ത് 1.001. അതിൻ്റെ ഇപ്പുറത്ത് പിന്നെയും കുഞ്ഞു വില 1. വലത്തൂന്ന് ഇങ്ങനെ വരുവാണേ 1.001. ഇങ്ങനെ കുറഞ്ഞു. ഇനി 1ന്റെ ലെഫ്റ്റിൽ നിന്ന് 1ലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാമല്ലോ. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 1ന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വില 0 ആണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. തൊട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം 0.9. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 0.99, പിന്നെ 0.999, പിന്നെ 0.999. കണ്ടോ? 49. ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കുറേ വിലകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വിലകൾക്കനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻ എന്താ മാറ്റം വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കേ. ഞാനിപ്പം 0.01 ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. എക്സിന്റെ സ്ഥാനത്ത് ഞാനൊരു 1.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 + 1.01 എന്ന് പറഞ്ഞാൽ ഇത് 2.01 ആവും. ഇതെന്താവൂടാ? 2.001 ആവും. ഇത് 2.301 ആവും അല്ലേ? ഇങ്ങനെ വലത്തൂന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇടത്തൂന്ന് കുറച്ച് വാല്യൂ നമ്മൾ ഇട്ട് നോക്കിയേ. എന്തൊക്കെ വരും? 0.9 അതിനകത്തോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1.9, 1.99, 1.999, 9999 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഇടത്തുനിന്നുള്ള വാല്യൂ, ഇത് വലത്തുനിന്നുള്ള വാല്യൂ. അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പം നോക്കിക്കേ, 1.99, അത് കഴിഞ്ഞൊരു 10 9, 100 9, അങ്ങനെ വന്ന് എവിടെ എത്തുമായിരിക്കും അതിൻ്റെ വില? എങ്ങോട്ടാ? ഈ ഇടത്തുനിന്നും വലത്തുനിന്നും ഇങ്ങനെ വന്ന് 2 എന്ന് പറയുന്ന ഒരു വാല്യൂയിലോട്ടല്ലേടാ ഈ എഫ് ഓഫ് എക്സ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടത്തുനിന്നെടുത്താലും വലത്തുനിന്നെടുത്താലും ഒറ്റ വില 2യിലോട്ട് അപ്രോച്ച് ചെയ്തു. അപ്പോൾ 2 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ എന്ത്? ലിമിറ്റ്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ ലിമിറ്റ് ആണ് എന്ത്? 2. അപ്പോൾ ഫംഗ്ഷൻ ലിമിറ്റ് എന്തോന്ന് മനസ്സിലായോ? ഈ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് വാല്യൂവും അതിനെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ അർത്ഥം -1 എന്നല്ല, 1ന്റെ ലെഫ്റ്റിൽ നിന്ന് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നു, ഫംഗ്ഷനിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അടുത്തത് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തതിനെ എക്സ് ടെൻസ് ടു 1 + എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം.
ഓക്കെ, ഈ രണ്ട് വിലയും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ലിമിറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിലയായിരിക്കും. അപ്പോൾ ഈ രണ്ടെന്ന് പറയുന്ന വിലയായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ എന്ത്, ലിമിറ്റ് വാല്യൂ. ക്ലിയർ ആണോ? ഇടത്തുനിന്നും വലത്തുനിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരേ വിലയിലേക്ക് വന്നു. അപ്പൊ നോക്കി, എക്സാമിന് നമ്മളിത് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്താൽ മതി, എക്സ് കിടക്കുന്നിടത്ത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 + 1 ഇതിന്റെ ലിമിറ്റ് വാല്യൂ എന്തുവാ, 2. ഓക്കെ, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ ഏത് ആക്സിസിലാണ് ഇത് അപ്രോച്ച് നടക്കുന്നത്? എക്സ് ആക്സിസിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ എങ്ങോട്ടാണോ പോകുന്നത് ആ വിലയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു ഫംഗ്ഷനെ ലിമിറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു ലിമിറ്റ് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആവണം. അപ്പോഴാണ് ഒരു ഫംഗ്ഷൻ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്കൊരു ഫംഗ്ഷന്റെ കേസിൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ കേസിൽ. പക്ഷെ നമ്മൾ പഠിക്കുന്ന എന്ത് ഫംഗ്ഷനാ, കോംപ്ലക്സ് ഫംഗ്ഷനാ. അപ്പൊ നമുക്ക് എന്തിന്റെ കേസിലുള്ള ലിമിറ്റ് പഠിക്കണം, കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസിൽ എന്താണ് ലിമിറ്റ് എന്ന കൺസെപ്റ്റ് പറയണ്ടായോ? ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞാലോ, കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസിൽ വാട്ട് ഈസ് ലിമിറ്റ് നോക്കിക്കേ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മാറ്റി പറഞ്ഞ് നമ്മൾ എഫ് ഓഫ് ഇസഡ് കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ലിമിറ്റ് സ്മോൾ എൽ എന്ന് പറയുന്ന ലിമിറ്റ് ആണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇതിന്റെ മീനിങ് അത് തന്നെ നമ്മൾ പറഞ്ഞത്. ഇസഡിന്റെ വാല്യൂ ഇസഡിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, ഈ എൽ എന്ന് പറയുന്ന വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ലിമിറ്റ്. പക്ഷേ നമുക്കിതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആവുമ്പം നമ്മൾ നേരത്തെ റിയൽ ഫംഗ്ഷൻ പോലെ അല്ല കോംപ്ലക്സ് ഫംഗ്ഷൻ. ബിക്കോസ് എന്താ റീസൺ നോക്കിക്കേ. നേരത്തെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം എക്സ് ആണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഇസഡ് നോട്ടിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ, ഒരു വേരിയബിൾ ആണോ ഉള്ളത്, എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ എക്സ് പ്ലസ് ഐ വൈനെ വേറെ ഏതെങ്കിലും ഒരു ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സം എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. അപ്പൊ ഇത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ടിന്റെ അർത്ഥം എക്സ് അല്ലെങ്കിൽ വൈ. എക്സ് ടെൻസ് ടു എക്സ് നോട്ട്, വൈ ടെൻസ് ടു എന്തെന്നാടാ, വൈ നോട്ട്. അതായത് നമുക്ക് നേരത്തെ നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞപ്പം എക്സ് ടെൻസ് ടു 1, എക്സിന്റെ വില 1ലേക്ക് അടുക്കുന്നു, അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, ഇസഡ് ആണ്, ഇസഡ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. സോ എക്സ് ആൻഡ് വൈ ആണ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, സം വേറൊരു വിലയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്ന എൻറ്റിറ്റി മാത്രമല്ല മക്കളെ ഉള്ളത്, ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ എക്സ് വൈയിലോട്ട് കുറെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, എക്സ് ആണെങ്കിൽ നമ്മൾ എക്സ് ആക്സസ് എടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ വലത്തൂന്ന് അപ്രോച്ച് ചെയ്യുന്നു, ഇടത്തൂന്ന് അപ്രോച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്, ആ കോർഡിനേറ്റ് എവിടെ വേണമെങ്കിലും, ഈ ഒരു 2D സ്പേസിൽ എവിടെ വേണമെങ്കിലും ആവാടെ ആ കോർഡിനേറ്റ്, ശരിയല്ലേ? അപ്പൊ കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനെ വേണമെങ്കിൽ ആർഗന്റ് പ്ലെയിൻ എന്നൊക്കെ വിളിക്കാം കേട്ടോ, ഓർത്തോ. അപ്പൊ ഈ ആർഗന്റ് പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും ആകാം എക്സ് വൈ. അപ്പൊ ഈ എക്സ് വൈന്റെ വാല്യൂ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ്, ഇത് ഇതിന്റെ മോഡുലസ് ആണ്, 6 ആണ്. ഈ വാല്യൂ ഇവിടെ ഇരിക്കുവോ, എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇതാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിപ്പോ എവിടെ നിന്ന് അപ്രോച്ച് ചെയ്യിപ്പിക്കാനാ, ഈ വരയിൽ നിന്ന് എനിക്ക് അപ്രോച്ച് ചെയ്യിപ്പിച്ചാൽ മാത്രം മതിയോ? ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഈ വരയിൽ അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഏത് പാത്തിൽ കൂടി വേണമെങ്കിലും നമുക്ക് ഈ കോംപ്ലക്സ് ഫംഗ്ഷന്റെ വാല്യൂലോട്ട് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നേരത്തെ പറഞ്ഞത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നേ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. ബട്ട് ഇതങ്ങനെയല്ല, ഇത് എക്സ് ആക്സിസ് അല്ല മക്കളെ. ഇത് എക്സ് എന്ന് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ദാറ്റ് മീൻസ് എക്സ് വൈ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ എനി പ്ലെയിൻ, എനി ആർഗന്റ് പ്ലെയിൻ. അപ്പോൾ എനിക്ക് ആ എക്സിന്റെയും വൈയുടെയും വില എങ്ങനെ വേണേൽ അപ്രോച്ച് ചെയ്യിപ്പിക്കാം. എനിക്ക് ഏത് പാത്തിൽ കൂടെ എക്സ് ആക്സിലൂടെ ഇങ്ങനെ കറങ്ങി വരാം, വൈ ആക്സിലൂടെ കറങ്ങി വരാം, ഇങ്ങനെ പാത്തുകൾ വേണമെങ്കിലും എടുത്ത് അപ്രോച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ എല്ലാ പാത്തിലെയും നേരത്തെയുള്ള കണക്കിൽ ലെഫ്റ്റും റൈറ്റും മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? പക്ഷേ ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എടുക്കുമ്പം എനിക്ക് ഈ പറയുന്ന പാത്തുകളെല്ലാം കൂടെ കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക പോസിബിൾ ആണോ? ഏത് പാത്തുകൾ അപ്രോച്ച് ചെയ്യാൻ കണ്ടുപിടിക്കുക പോസിബിൾ ആണോ? അല്ല. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ആസ് എക്സ് ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുന്ന കേസ് എടുക്കുവാണെങ്കിൽ വൈ ഈക്വൽ ടു എന്തെന്ന് കൊടുക്കണം, 0. ഇനി വൈ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുന്ന കേസ് എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്തെന്ന് കൊടുത്ത് അപ്രോച്ച് ചെയ്യിപ്പിക്കാം, 0. കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവേ. ഇനി അടുത്തത് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കും വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ലൈൻ. ഞങ്ങൾ ഇങ്ങനെ ലൈൻ നമ്മൾ വരയ്ക്കുക. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് ഇസ് എ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അങ്ങനെ ഏതെങ്കിലും ഒരു പാത്ത് നമ്മൾ ജനറൽ ആയിട്ട് അങ്ങ് എടുക്കുകയാണ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. ആ പാത്തിലൂടെ നമ്മളൊരു ഫംഗ്ഷനെ അപ്രോച്ച് ചെയ്യിപ്പിക്കുക എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക. അല്ല, അപ്പോൾ എമ്മിന്റെ വാല്യൂ പലതനുസരിച്ച് പാത്ത് മാറുമെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ക്ലിയർ ആണല്ലോ? അതല്ലാതെ എല്ലാ പാത്തിലൂടെ കണ്ടുപിടിക്കാൻ പോസിബിൾ ആണോ? ഇല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ എക്സ് ആക്സിലൂടെ പാത്ത് കണ്ടുപിടിക്കാം,
വൈ ആക്സിലൂടെ കണ്ടുപിടിക്കുമ്പോഴും എന്ത് കിട്ടണോടാ, സെയിം റിസൾട്ട് കിട്ടണം. പക്ഷെ വേറൊരു പാത്തിൽ വേറെ ആകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ജനറൽ പാത്ത് y ഈസ് ഈക്വൽ ടു mx എടുക്കാനുള്ള റീസൺ ക്ലിയർ ആണല്ലോ. ഫംഗ്ഷൻ ആകുമ്പം ഇറ്റ് ഇസ് ലീനിയർ അപ്രോച്ച് ഓൺലി, എക്സ് ആക്സസ് either it is റൈറ്റ് ലിമിറ്റ് ഓർ either it is ലെഫ്റ്റ് ലിമിറ്റ്. ബട്ട് ഇതങ്ങനെയാണോ? അല്ല. ഇത് എനി പാത്തിൽ കൂടെ നമുക്കൊരു ഫംഗ്ഷനെ അപ്രോച്ച് ചെയ്യിപ്പിക്കാം. സോ ലെറ്റ് us കൺസിഡർ ഡിഫറെന്റ് പാത്ത്സ്. പറ്റുമോ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ? ഇല്ല. അപ്പം നമ്മൾ ജനറലായിട്ട് y ഈസ് ഈക്വൽ ടു mx എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുമ്പ് 2 പോയിന്റ്സ്, ഈ പറഞ്ഞ പോയിന്റ്സ് നമ്മൾ എഴുതുകയാണ്. ലിമിറ്റിന്റെ വാല്യൂ യുണീക്ക് ആയിരിക്കണം. ഏത് പാത്തിൽ എടുത്താലും ലിമിറ്റിന്റെ വാല്യൂ യുണീക്ക് ആയിരിക്കണം. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി പാത്ത്. ഞാൻ ഇങ്ങനെ കറങ്ങി ലിമിറ്റ് കണ്ടുപിടിച്ചാലും ഈ ഇതിലൂടെ അപ്രോച്ച് ചെയ്ത് ഫംഗ്ഷനിൽ എത്തിയാലും എങ്ങനെ ഏതൊക്കെ വഴി ചുറ്റിത്തിരിഞ്ഞു വന്നാലും ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ ആണ്? അപ്പൊ നോക്കിയാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് z ടെൻസ് ടു 0 എന്നാണ് കേട്ടോ. ലിമിറ്റ് z ടെൻസ് ടു 0 z ബൈ z കോൺജുഗേറ്റ്. എന്താ ക്വസ്റ്റ്യൻ? ലിമിറ്റ് z ടെൻസ് ടു 0 z ബൈ z കോൺജുഗേറ്റ്. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ആദ്യമേ z എന്താ, z കോൺജുഗേറ്റ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ലിമിറ്റ് ഞാനിതിനെ മാറ്റി z ടെൻസ് ടു 0യുടെ അർത്ഥം z എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ടെൻ ടു 0 എന്നാ. എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാനാണ് ഞാൻ പറഞ്ഞത്? എക്സിന്റെ വില അതിലോട്ട് പോകണം, വൈയുടെ വിലയും എങ്ങോട്ട്? 0ലോട്ട്. ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇനി നോക്കാം, എക്സ് z എന്ന് പറഞ്ഞാൽ എന്താടാ കുഞ്ഞുങ്ങളെ? എക്സ് പ്ലസ് ഐ വൈ. അതിന്റെ കോൺജുഗേറ്റ് എന്തുവാ? എക്സ് മൈനസ് ഐ വൈ. ഇനി 0 ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ പല പാത്തിൽ കണ്ടുപിടിക്കുക. അപ്പൊ പല പാത്തിൽ കണ്ടുപിടിക്കാനും നേരത്തെ ഞാൻ പറഞ്ഞു പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 2 മെത്തേഡ് ചെയ്തു തരാം. ജനറൽ രണ്ടാമത് ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കും എല്ലാത്തിലും ആപ്ലിക്കബിൾ. അപ്പൊ ആദ്യം വേണമെങ്കിൽ ഞാൻ ഇതിനെ എക്സ് ആക്സിലൂടെ അപ്രോച്ച് ചെയ്യിപ്പിക്കാം, വൈ ആക്സിലൂടെ അപ്രോച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പാത്ത് എക്സ് ആക്സിൽ എടുത്തെന്നിരിക്കട്ടെ. എക്സ് ആക്സിൽ എടുക്കുമ്പം ഉടനെ വൈയുടെ കോർഡിനേറ്റ് എന്തെന്ന് എഴുതണം? 0. അപ്പൊ നിങ്ങളുടെ ആ ലിമിറ്റ് എങ്ങനെ മാറുമെന്ന് പറ. ലിമിറ്റ് വൈയുടെ വാല്യൂ ഇല്ല, വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് ടെൻസ് ടു 0 ആരായിട്ട് മാറുമെന്ന് പറ? എക്സ് വൈയുടെ വാല്യൂ 0 നമ്മൾ എടുക്കുകയാണ്. അപ്പം എക്സ് പ്ലസ് ഐ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 0 ബൈ എക്സ് മൈനസ് 0 അല്ലയോ? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് എത്രയാ? 1. 1ന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ത് തന്നെ? 1 തന്നെ. ഓക്കെ ആണ്? ഇനി ഇതേ സാധനം ഞാൻ വൈ ആക്സിലൂടെ എടുക്കുവാന്നിരിക്കട്ടെ. വൈ ആക്സിലൂടെ എടുക്കുവാണെങ്കിൽ ആര് 0 ആയിരിക്കും? അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ആ ലിമിറ്റ് എങ്ങനെ മാറും? പിന്നെ നിങ്ങൾ എക്സിനെ മൈൻഡ് ചെയ്യണ്ട. വൈ ടെൻസ് ടു 0, എക്സ് അങ്ങ് 0 ആയിപ്പോയി. വൈ ടെൻസ് ടു 0 ആരെന്ന് വരുവാടാ? ഐ വൈ ബൈ മൈനസ് ഐ വൈ. ശരിയല്ലയോ? എക്സിന്റെ വിലയില്ല. നോക്കിയേ, വൈയും ഐയും മൈനസ് ഐയും ഒക്കെ വെട്ടിപ്പോയിട്ട് എന്തുവാ വരുന്നത്? ലിമിറ്റ് വൈ ടെൻസ് ടു 0 -1 എന്ന് വന്നു. -1ന്റെ ലിമിറ്റ് എന്തുവാ? -1. നോക്കി ഞാൻ 2 പാത്ത് കൺസിഡർ ചെയ്തപ്പം ഒരു ലിമിറ്റ് 1 എന്നും കിട്ടി, അടുത്ത ലിമിറ്റ് എന്തെന്നും കിട്ടി? -1 എന്നും കിട്ടി. ലിമിറ്റ് ഉണ്ടോ കണക്കിന്? ഇല്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ ആണോ? ഇങ്ങനെ വേണേ ചെയ്യാം. പക്ഷെ എല്ലാ കണക്കിലും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. അപ്പൊ ഞാൻ വേറെ മെത്തേഡ് കാണിച്ചു തരട്ടെ. നമ്മൾ ആസ് എനി പാത്തായിട്ട് നമ്മൾ എന്തിനെ ചൂസ് ചെയ്യുന്നു? ചൂസ് y ഈസ് ഈക്വൽ ടു mx. ഞാൻ വൈക്ക് പകരം എന്തെന്ന് കൊടുക്കുന്നു? mx എന്ന് കൊടുക്കുന്നു. അപ്പൊ മക്കളെ നമ്മുടെ ഇക്വേഷനിൽ വൈക്ക് mx എന്ന് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ്, നമുക്ക് ലിമിറ്റ് വാല്യൂ പിന്നെ കൊടുക്കാം, എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ കിടക്കുന്നിടത്തെല്ലാം mx ബൈ എക്സ് മൈനസ് ഐ എം എക്സ്. നോക്കിയേ, നമുക്കിനിയും വൈ ഉണ്ടോ നമ്മൾ എഴുതി വെച്ചതിനകത്ത്? ഇല്ല. എക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എക്സിന് ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. എക്സ് ടെൻസ് ടു 0. കണ്ടോ? ഒറ്റ വേരിയബിളിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്ത് കൊടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സിനെ അങ്ങ് കോമൺ എടുത്താൽ 1 പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ, എവിടെ എക്സ് കോമൺ എടുത്താൽ 1 മൈനസ് ഐ എം. എക്സും എക്സും കട്ടായി പോവും. അപ്പം 1 പ്ലസ് ഐ എം ബൈ 1 മൈനസ് ഐ എം. നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ലിമിറ്റ് എഴുതാനേന്ന്? പിന്നെ അവിടെ എക്സ് ഇല്ല, അപ്പം കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെ. ഇപ്പം നോക്കിക്കേ, ഇതിന് ലിമിറ്റ് ഉണ്ടോ? മക്കളെ, നമുക്ക് ഈ കിട്ടുന്ന വില എം വല്ലതും കിട്ടുവാണെങ്കിൽ ലിമിറ്റ് ഇല്ല എന്നർത്ഥം. കാരണം ഞാൻ എമ്മിന് ഇവിടെ 1 കൊടുത്താൽ ഒരു വില കിട്ടും. എമ്മിന് ഞാൻ 2, എം ഒരു കോൺസ്റ്റന്റാണ്. അപ്പൊ എമ്മിന് ഞാൻ 2 കൊടുത്താൽ ഇതിന് വേറൊരു വില കിട്ടും. എമ്മിന് ഞാൻ 100 കൊടുത്താൽ ഇതിന് വേറെ ഒരു വില കിട്ടും. അപ്പൊ ഇതിന് ഓരോ വിലകൾ കൊടുക്കുന്നതനുസരിച്ച് എമ്മിന്റെ വില മാറുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. സോ ദിസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ എം. ആരെ ഡിപ്പെൻഡ് ചെയ്യും? എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. ആണോ? എം ഇല്ലാത്തൊരു വിലയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ഇവിടെ എം ഉള്ള വിലയിൽ ഇവിടെ കിട്ടിയേ. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം. പലതിനും പല വില കിട്ടുന്നതുകൊണ്ട് ഈ ഫംഗ്ഷന് നമ്മൾ ഈ കണ്ടുപിടിച്ച ലിമിറ്റ് z ടെൻസ് ടു z0 z ബൈ z0 ലിമിറ്റ് ഉണ്ടോ? ഇല്ലടാ. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ ആണല്ലോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ ആണോ? നമുക്ക് മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലോട് ചെയ്യുമ്പം
പക്കായിട്ട് ക്ലിയർ ആക്കാം. നോക്കി, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഇസഡ് ബൈ ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ സ്ക്വയർ. ഇസഡ് കോൺജുഗേറ്റ് ആണ് കേട്ടോ, നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പം താഴെ വരുന്നതാണ് ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ സ്ക്വയർ. ചെയ്ത് നോക്കാം നമുക്ക്. ലിമിറ്റ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിന് വിലയൊക്കെ പെറുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കൊടുത്തേ, എന്തോ വരും? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0. ഇസഡ് കിടക്കുന്നിടത്ത് എക്സ് പ്ലസ് ഐ വൈ ബൈ ഇസഡ് കോൺജുഗേറ്റ് കിടക്കുന്നിടത്ത് എക്സ് മൈനസ് ഐ വൈ. ഇതിനൊരു സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പാത്ത് കൺസിഡർ ചെയ്യാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് എന്തുവാ? ആസ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന പാത്ത് നമ്മൾ എടുക്കുകയാണ്. എന്തിനാ എടുക്കുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, ജനറലായിട്ട് അങ്ങനെയാണെങ്കിൽ വൈ ഈ എം എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിൽ പിന്നെ എക്സ് മാത്രമേ ഉള്ളൂ, വൈ ഇല്ല. വൈനെ നമ്മൾ എം എക്സ് എന്ന് കൊടുത്തു അല്ലയോ. അപ്പം എക്സ് പ്ലസ് ഐ എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഐ എം എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിനെ കോമൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് ഐ എം ദ ഹോൾ സ്ക്വയർ. എക്സും എക്സും കട്ടായി പോവും. പിന്നെ ഈ ഐയുടെ പിന്നെ ഇവിടെ എക്സ് ഇല്ല. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 1 പ്ലസ് ഐ എം ബൈ 1 മൈനസ് ഐ എം ദ ഹോൾ സ്ക്വയർ. ആണോ? പറ, ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ എം, ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ എം, ദെയർഫോർ ആർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പം ഓരോ കണക്കുകളിലെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നതും എപ്പോഴാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിമിറ്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, കണ്ടിന്യൂറ്റി എപ്പോഴാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി, ഏതൊരു ഫംഗ്ഷൻ്റെയും കണ്ടിന്യൂറ്റി നിങ്ങൾ പഠിക്കണം. കോംപ്ലക്സ് ഫംഗ്ഷൻ അതിനോടനുബന്ധിച്ച് അങ്ങ് പഠിച്ചാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ആ ഫംഗ്ഷനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാന്നിരിക്കട്ടെ. ആ ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ സൈൻ എക്സിൻ്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ വേവായിട്ട് ഇങ്ങനെ പോകും. ആ ഗ്രാഫിൽ യാതൊരു തരം ബ്രേക്കും ഇല്ലെങ്കിൽ, ബ്രേക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ നിങ്ങൾ വരച്ചോ, ഇപ്പോൾ മോഡ് എക്സിന്റെ ഗ്രാഫ് വി ഷേപ്പ്, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് യു ഷേപ്പ്. പക്ഷെ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുമ്പം ഇവിടെ എത്തി. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ വേറൊരു എക്സാമ്പിൾ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. പണ്ട് നിങ്ങൾ പഠിക്കുന്ന ഫംഗ്ഷൻസ് ആണ്, ഓർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെ വരച്ച് കളിക്കോ. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതൊരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് എവിടേക്കോ ഇതാണ്. ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചു, ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചു, ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചു, ഇവിടെ. അപ്പോൾ ഈ ഫംഗ്ഷന് ബ്രേക്ക് ഉണ്ട്. ബ്രേക്കുള്ള ഫംഗ്ഷൻസ് ഒന്നും എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പം സത്യം പറഞ്ഞാൽ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഈ തിയററ്റിക്കലി ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നെങ്കിലും ഗ്രാഫിക്കലി ചെയ്യുന്നതാണ് എളുപ്പം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, ഗ്രാഫിൽ യാതൊരു തരം ബ്രേക്കും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഗ്രാഫിൽ ബ്രേക്ക് സംഭവിച്ചാൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ഗ്രാഫിൽ ബ്രേക്ക് സംഭവിച്ചെങ്കിൽ ആ പോയിന്റിൽ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ മുഴുവനായിട്ടും കണ്ടിന്യൂസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്തും ബ്രേക്ക് വരാൻ പാടില്ല. ഇനി ഒരു ഫംഗ്ഷൻ ഒരു കുഞ്ഞൊരു ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ എന്തുണ്ടാവാൻ പാടില്ല? നോ കട്ടിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്സ് ഒന്നും ഉണ്ടാവാതെ ഫംഗ്ഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആകാനുള്ള ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആകണമെങ്കിൽ ദാണ്ടേ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് ഒന്നാമത്തെ കേസ്. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് വാല്യൂ നമ്മുടെ ഫംഗ്ഷന്റെ ആ പോയിന്റിലെ വിലക്കൂടി ഈക്വൽ ആണെങ്കിൽ അത് എന്തെന്ന് വിളിക്കാം? കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1. ഇത് കണ്ടിന്യൂസ് ആണോ അറ്റ് സം 1 ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 1 ഇതിന്റെ ലിമിറ്റ് എന്തുവാ? 1 പ്ലസ് 1 അത് എത്രയാ? ആണല്ലോ. ഇനി 1 ഈ ഫംഗ്ഷന്റെ വില എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം. അപ്പം 1 പ്ലസ് 1 അതും എന്ത് കിട്ടി? 2. ക്ലിയർ ആണോ? അപ്പം രണ്ട് വിലയും സെയിം ആയില്ലയോ? അപ്പം നമുക്ക് പറയാം 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷന്റെ ഇപ്പോൾ Z0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എങ്കിൽ Z0 ഫംഗ്ഷന്റെ ലിമിറ്റ് വില എക്സിസ്റ്റ് ചെയ്യണം. ആ എക്സിസ്റ്റ് ചെയ്യുന്ന വില എന്തിന് ഈക്വൽ ആയിരിക്കണം? ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വിലയ്ക്ക്, ആ എഫിനകത്തോട്ട് ആ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആ വിലയ്ക്ക് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണെന്ന്? കണ്ടിന്യൂസ് ആണെന്ന്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആകുന്ന പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പം നോക്കിയേ,
എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഇതാണ്, ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ ഇസഡ് ബൈ ഇസഡ് കോമ ഇസഡ് നോട്ട് ഈക്വൽ ടു 0. രണ്ട് വിലകളാവുള്ളത് കേട്ടോ. 0 കോമ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ ഇസഡ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വില 0, 0 അല്ലാത്തപ്പോൾ ഫംഗ്ഷന്റെ വില ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നോക്കാമല്ലോ. എവിടെ? ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ്? 0 0 ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് കണ്ടിന്യൂസ്. നമുക്ക് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് എന്തല്ല, ഈസ് നോട്ട് കണ്ടിന്യൂസ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്യാം. അപ്പൊ നോക്കിക്കുക, ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ്. അപ്പൊ നമ്മൾ എവിടുത്തെ കണ്ടിന്യൂറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എന്തുവാ? 0. അപ്പൊ 0യിലെ കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ ഫംഗ്ഷന്റെ സ്ഥാനത്തോട് ഇട്ട് കൊടുത്ത് എന്തോ വരും? റിയൽ ഇസഡ് ബൈ ഇസഡ് എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. റിയൽ ഇസഡ് ആരാ? ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ വോട്ട് ഈസ് റിയൽ ഇസഡ്? എക്സ്. ഇസഡ് ആരാടാ പിള്ളേരെ? എക്സ് പ്ലസ് ഐ വൈ ആണേ? ആണ്. ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ടെൻസ് ടു 0. എന്ത് ടെൻസ് ടു 0? വൈ ടെൻസ് ടു 0. എക്സ് ബൈ എക്സ് പ്ലസ് ഐ വൈ. ഇത്രയൊക്കെ ആണല്ലോ? ആണ്. ഇനി നിങ്ങൾ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ പല പാത്തുകൾ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു പാത്ത് എടുക്കും. y ഈസ് ഈക്വൽ ടു എം എക്സ്. ഞാൻ എടുത്തു ലെറ്റ് y ഈസ് ഈക്വൽ ടു എം എക്സ്. y ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറ? ലിമിറ്റ് പിന്നെ എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് ടെൻസ് ടു 0. എന്താ വരും എന്ന് പറ? എക്സ് ബൈ എക്സ് പ്ലസ് ഐ എം എക്സ്. ക്ലിയർ ആണോ? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എക്സ് ബൈ എക്സ് കോമൺ എടുത്താൽ 1 പ്ലസ് ഐ എം എന്ന് വരും. എക്സും എക്സും എന്തായി പോവും? കട്ടായി പോവും. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? 1 ബൈ 1 പ്ലസ് ഐ എം എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം ഉണ്ട്. എമ്മിന്റെ വില 1 ആകുമ്പോൾ ഒരു വില, 2 ആകുമ്പോൾ വേറൊരു വില, 3 ആകുമ്പോൾ വേറൊരു വില. അപ്പൊ എമ്മിന്റെ വില മാറുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാറിക്കൊണ്ടിരിക്കുക. ശരിയല്ലയോ? അപ്പൊ ഈ ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടോ? ഇല്ല. ലിമിറ്റ് പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം കണ്ടിന്യൂറ്റി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റ് കിട്ടിയാണെങ്കിൽ നിങ്ങൾ ഈ എഫ് ഓഫ് 0 കൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇസഡ് 0 ആകുന്ന വില അതെന്തുവാ? 0. ആ വില കിട്ടും നമുക്ക് 0 എന്ന്. പക്ഷെ ലിമിറ്റ് വാല്യൂ ഉണ്ടോ? ലിമിറ്റ് വാല്യൂ കൂടി 0 കിട്ടിയായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയനെ. ലിമിറ്റ് വാല്യൂ 0 കിട്ടിയോ? ഇല്ല. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? കണ്ടിന്യൂറ്റിയുടെ ഒരു ക്വസ്റ്റൻ കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇമാജിനറി ഇസഡ് സ്ക്വയർ ബൈ മോഡ് ഇസഡ് 0 ഇസഡ് ഇസ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണോ അല്ലയോ? നമുക്ക് നോക്കാം. എങ്ങനെയാ? ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്യുക. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇമാജിനറി ഇസഡിന്റെ ഇമാജിനറി ഇസഡ് സ്ക്വയർ. അപ്പൊ ഇസഡ് സ്ക്വയർ എന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഇസഡ് സ്ക്വയർ എന്തുവാടാ? എക്സ് പ്ലസ് ഐ വൈയുടെ സ്ക്വയർ. അതെന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് 2xy എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ വൈയുടെ സ്ക്വയർ. അപ്പൊ അത് ചെയ്യുമ്പം ഐന്റെ സ്ക്വയർ മൈനസ് ആവും. ഞാൻ നേരത്തെ ചെയ്ത കണക്കായത് അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ പ്ലസ് 2xy ഐ. അപ്പം ഇസഡ് സ്ക്വയർ ഇത് കിട്ടി. അപ്പൊ ഇമാജിനറി ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 2xy ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് എന്തുവാ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കിയാലോ? എന്തുവാ? എവിടുത്തെ കണ്ടിന്യൂറ്റിയാ? 0യിലെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ്. അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എങ്ങനെ എഴുതും? വൈ ടെൻസ് ടു 0. ഓക്കെ, 2xy ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ പറഞ്ഞു ചുമ്മാ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ പാത്ത് എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന പാത്ത് എന്താ? ഏത് കണക്ക് വന്നാലും ജനറൽ ആയിട്ട് നമ്മളൊരു പാത്ത് എടുക്കും. എന്താ? y is equal to mx. Let y is equal to mx be the required. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്താണ്, ചൂസൻ പാത്താണ്. അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറും? ലിമിറ്റ് പിന്നെ എക്സ് മാത്രമേ ഉള്ളടാ. എക്സ് ടെൻസ് ടു 0 2x ഇൻറ്റു വൈക്ക് പകരം mx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് പകരം എം എക്സ് നിട്ടാൽ എം സ്ക്വയർ എക്സ് സ്ക്വയർ. ക്ലിയർ ആണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കോളാം, 2x ഇൻറ്റു എം എക്സ് എന്ന് പറയുമ്പം 2m ഇൻറ്റു എക്സ് എന്തുവാ? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന വാല്യൂ നോക്കണം. റൂട്ടിനകത്തുനിന്ന് നമുക്കൊരു എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ 1 പ്ലസ് എന്തെന്ന് വരും? എം സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ എക്സ് സ്ക്വയർ റൂട്ടിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2m എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എ ഇൻറ്റു ബിനെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. അപ്പം ഇതിനെ നമുക്ക് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എം സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ചെയ്തത് മനസ്സിലായോ? നോക്കിക്കേ,
എന്തോ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വാല്യൂ നോക്കുക, ലിമിറ്റിന്റെ വാല്യൂ നോക്കുമ്പോഴത്തേക്ക് ഈ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2mx²/√(x²/1+m² എന്ന് കിട്ടി. ഓക്കെ അല്ലേ? റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോഴാണ് എക്സ് വരുന്നത്. ഒരു എക്സും ഒരു x² എന്തായിപ്പോയി, കട്ടായിപ്പോയി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഡിനോമിനേറ്ററിലൊന്നും എക്സ് ഇല്ല. എക്സ് കിടക്കുന്നിടത്ത് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? 2m/1+m². അതിനകത്ത് അത് കോൺസ്റ്റന്റ് ആണ് പിള്ളേരെ. ഇവിടെ ഒരു എക്സ് കിടപ്പുണ്ട്, എക്സിന്റെ ഒരു വിലയുണ്ട്. അപ്പൊ എക്സിന് 0 കൊടുത്താൽ *0 എന്ന് പറഞ്ഞാൽ ഈ ടേം *0 എന്തായി പോവും? 0. കണ്ടോ? നമുക്ക് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, എം അല്ലാതെ എക്സും കൂടെ കിടക്കുന്ന ഒരു വില നമുക്ക് കിട്ടിയത് കണ്ടോ? അപ്പൊ ഇതിന്റെ വാല്യൂ ഉണ്ട്, ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് വാല്യൂ എത്രയാണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി 0യിലെ വില കണ്ടുപിടിച്ച് നോക്കാം. നോക്കിക്കേ, ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 0x = 0. അതിന്റെ അർത്ഥം എഫിന്റെ വില 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വില എന്തുവാ? 0. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് എന്തൊക്കെ കിട്ടി? ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് 0ക്ക് ഈക്വൽ ആയി. അതിന്റെ അർത്ഥം 0യിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി? കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് z = 0. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി, ഇതേ ക്വസ്റ്റിന്റെ കണ്ടിന്യൂറ്റി നോക്കിയപ്പം ഇമാജിനറി z² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z² കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇമാജിനറി പാർട്ട് എഴുതുക എന്നാണ് കേട്ടോ. അപ്പൊ ഇമാജിനറി എഴുതി, മോഡ് z എഴുതി, പിന്നെ എന്താ ഒന്ന് ഓർത്തിരിക്കുക, നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണോ, അതുപോലെ തന്നെ ലിമിറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ബിക്കോസ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കണം ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നൊക്കെ കേട്ടോ. അപ്പം ഇമാജിനറി z²/mod z എഴുതി. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പാത്ത് എടുത്തു, y ക്ക് പകരം mx എന്ന് കൊടുത്തു, ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് എന്ന് പറയുന്നത് √x² ഒരു x² വെളിയിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എക്സ് കട്ടായിപ്പോയി. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ, നേരത്തെ കിട്ടിയ ആൻസറിൽ എക്സുകളൊന്നും ഇല്ല, ഇവിടെ കിട്ടിയ ആൻസറിൽ എക്സ് ഉണ്ട്. എക്സിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂയും ലിമിറ്റ് വാല്യൂയും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതും നമ്മൾ ഒരുപാട് ചെയ്യാറുള്ള, കണക്കിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യാറുള്ള കാര്യമാണ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് എങ്ങനെയാണ് കോംപ്ലക്സ് ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുകയാണ്. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനും പഠിക്കുന്ന അതേ ഇക്വേഷൻ തന്നെ ഇസഡിൽ പഠിക്കുമ്പോൾ അത് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആവുന്നേ ഉള്ളൂ. നോക്കിക്കേ, ഇഫ് ഓഫ് ഇസഡ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് ആൻഡ് എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷൻ നമ്മൾ പറയുക. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണം എന്നുണ്ടെങ്കിൽ f'(z0) എന്ത് കിട്ടണം? ലിമിറ്റ് z ടെൻസ് ടു 0 f of z മൈനസ് f of z0/z-z0 എന്ന് പറയുന്ന ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അതിന് ഡെറിവേറ്റീവിനെ നൊട്ടേറ്റ് ചെയ്യുക f'(z0) എന്നാണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ f of z0ൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ z0ലെ ആ ഫംഗ്ഷന്റെ വില നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? ലിമിറ്റ് z ടെൻസ് ടു z0 f of z മൈനസ് f of z0/z-z0. ഇക്വേഷൻ ഓർത്തിരിക്കുക, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ഫംഗ്ഷന്റെ വില പോയിന്റ് വിലയിൽ നിന്ന് കുറയ്ക്കുന്നതും എഫ് ഇല്ലാത്ത വില z മൈനസ് z0 ഡിവൈഡ് ചെയ്യുന്നതും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ കേട്ട് കാണും. ഇത് തന്നെയാണ് ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x/h. f'(x)ന് വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരെണ്ണമാണ്. അതായത് ഇതിന്റെ ലിമിറ്റ് z ടെൻസ് ടു z0നെ മാറ്റി ഒരു 0യിലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുഞ്ഞുങ്ങളായാലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. f'(z0) എന്താ? ലിമിറ്റ് z ടെൻസ് ടു z0 f of z മൈനസ് f of z0/z-z0. ഓക്കെ, ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഭയങ്കര ചെറുതായി മാറ്റി അതിലെ കുഞ്ഞു ഫംഗ്ഷനുകളെ നമ്മൾ ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. നമുക്കിവിടെ കോംപ്ലക്സ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാനുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു മൊഡ്യൂളിൽ കാര്യം പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു തിയറം നോക്കാം. അപ്പോൾ തിയറം നോക്കിക്കേ, എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, ബട്ട് കോൺവേഴ്സ് മേ നോട്ട് ബി ട്രൂ. തിരിച്ച് ട്രൂ ആവണമെന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, ജസ്റ്റ് ജനറൽ ഫംഗ്ഷൻ പറയാം. മോഡ് എക്സ്. മക്കളെ, മോഡ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒക്കെ ഉണ്ട്. ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് വി ഷേപ്പാണ്. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഈ ഫംഗ്ഷൻ. ബട്ട് ഇതെന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഇത് ഡിഫറൻഷ്യബിൾ ആകാതെ ഇതിന് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് ഉണ്ട്, അതാണ് 0. നമ്മളിങ്ങനെ ഇപ്പം ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പം
നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പം ഈ ഗ്രാഫ് എന്നാണ് ഇങ്ങനെ എന്താ പറയുക കൂർത്തിരിക്കുന്ന, അതായത് എഡ്ജി പോയിന്റ്സ് ഉണ്ട്. ഈ ഗ്രാഫിന് ഒരു എഡ്ജി പോയിന്റ് കണ്ടോ, ഇങ്ങനെ ഒരു എഡ്ജ് പോലൊരു പോയിന്റ് കാണുന്നുണ്ടോ? അങ്ങനെ ആ എഡ്ജി പോയിന്റ്സുകളിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകത്തില്ല. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവിടെ ഇങ്ങനെ കേർവ്ഡ് പോയിന്റ്സ് ആയിരിക്കണം. ഗ്രാഫൊക്കെ വരച്ച് നോക്കുന്ന കാര്യം പറയുവാണ്. നമുക്കൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആകാത്ത പോയിന്റ്സ് പെട്ടെന്ന് ഗ്രാഫിൽ നിന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂർത്തിരിക്കുന്ന പോയിന്റ്സ്, ഇങ്ങനെ കോർണറായിട്ട് വരുന്ന പോയിന്റ്സിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇത് സീറോയിൽ മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല, ബട്ട് മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല, പക്ഷേ ഡിഫറൻഷ്യബിൾ ആണോ കണ്ടിന്യൂസ് ആയിരിക്കും. ഏത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അത് മറന്നു പോകരുത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ല, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. ഏത് പോയിന്റിലാണ്? 0 എന്ന് പറയുന്ന പോയിന്റിൽ. നമ്മുടെ ഫംഗ്ഷൻ എന്തുവാ? ഇസഡ് താഴെയുള്ള മക്കളെ വരെ മണ്ടയ്ക്ക്. അപ്പം എഫ് ഓഫ് ഇസഡ് സീക്വൽ ടു എന്തോ മണ്ടയ്ക്ക് വരെയിട്ടാണ് വായിക്കുന്നത്? ഇസഡ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇസഡ് കോൺജുഗേറ്റിനെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് മൈനസ് ഐ വൈ. അത്രയൊക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിന്റെ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ചെയ്യാൻ പോവാണേ. നന്നായിട്ട് നോക്കിയിരിക്കാം. കണ്ടിന്യൂറ്റി നോക്കുന്നത് എങ്ങനെയാ? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എവിടുത്തെ പോയിന്റാ? 0. എഫ് ഓഫ് ഇസഡ് ചെയ്യാം. അപ്പം ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 0. ഇതിന്റെ വാല്യൂ എന്തുവാ? എക്സ് മൈനസ് ഐ വൈ. ഓക്കെ ആണേ. ഇനി ഞാൻ പാത്ത് എടുക്കും. അറിയത്തില്ല എങ്ങനെയാ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? അതേ പരിപാടി. ആസ് വൈക്ക് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കും? എം എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ ഈ ലിമിറ്റ് മാറി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് മൈനസ് ഐ ഇൻറ്റു എം എക്സ് എന്ന് വരും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് എടുത്താൽ 1 മൈനസ് ഐ എം എന്ന് വരും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഇൻറ്റു 1 മൈനസ് ഐ എം, എക്സ് ഉള്ള വാല്യൂ. അപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വില വേണം. ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വില എഫ് ഓഫ് 0 എത്രയാ? 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് 0 ഇട്ട് കൊടുക്കണം. ഇവിടെ എക്സിന് 0, വൈക്കും 0. അപ്പോൾ 0 മൈനസ് ഐ 0 അതെന്തായി മാറും? 0 ആയി മാറും. ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡിന്റെ വില എഫ് ഓഫ് 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം നമുക്ക്? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവിടെയാ? ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ് ആയി. കണ്ടിന്യൂറ്റി നോക്കാൻ ക്ലിയർ ആണല്ലോ. ആ പോയിന്റിലെ ലിമിറ്റ് വാല്യൂ എടുക്കുക, ഫംഗ്ഷന്റെ വാല്യൂ എടുക്കുക, അതിനോട് ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ് ആയി. ഇനി നമ്മൾ എന്തിലെ വാല്യൂ നോക്കണം? ഡിഫറൻഷ്യബിൾ ആണോ നോക്കണം. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മുടെ ഏത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം? ഏത് ലിമിറ്റാ? ലിമിറ്റ് എന്ത് വരുന്നു? ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് പറയുന്ന ഈ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ്. നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് എന്തുവായിരുന്നു? ഇസഡ് കോൺജുഗേറ്റ്, ശരിയല്ലയോ? അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് നമുക്ക് എവിടുത്തെ കണ്ടിന്യൂറ്റിയാ ചെക്ക് ചെയ്യേണ്ടേ? 0യിലെ കണ്ടിന്യൂറ്റിയാ നമ്മൾ ചെക്ക് ചെയ്തേ. ഇനി ഡിഫറൻഷ്യബിൾ ആണോ നോക്കണത്? ഏത് പോയിന്റാ? 0. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്തുവാ? ഇസഡ് കോൺജുഗേറ്റ് മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എഫ് ഓഫ് ഇസഡ് നോട്ട് എവിടുത്തെയാ? 0 ബൈ ഇസഡ് മൈനസ് 0. ക്ലിയർ ആണേ? ഇനി നോക്കാം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ടിനെ നമുക്ക് എക്സ് ടെൻസ് ടു ഏത് പോയിന്റിലെയാടാ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടേ? 0യിൽ. അപ്പോൾ ഇസഡ് നോട്ട് എന്ന് കിടക്കുന്ന പോയിന്റിന് പകരം നമ്മൾ എന്ത് കൊടുത്തോണം? 0 എന്ന് കൊടുക്കാൻ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. അപ്പോൾ ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് മൈനസ് ഐ വൈ മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്തുവാ? എക്സ് പ്ലസ് ഐ വൈ. അതിനകത്തോട് 0 ഇട്ട് കൊടുത്താൽ 0 പ്ലസ് ഐ 0 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് പ്ലസ് ഐ വൈ. ക്ലിയർ ആണേ? ഇനി അടുത്തത് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പാത്ത് എടുക്കും. നമ്മൾ ഏത് പാത്തിലാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? ഏത് പാത്താ? വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന പാത്ത് എടുത്തു. വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എടുത്തപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ത് മാറി? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 അല്ലയോ? ഇസഡ് ടെൻസ് ടു 0 എന്നുള്ളത് മാറ്റി നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? നമ്മൾ എക്സ് വൈയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് ടെൻസ് ടു 0 മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? എക്സ് ടെൻസ് ടു 0 അതുപോലെ വൈ ടെൻസ് ടു 0. ഓക്കെ അല്ലേ? അപ്പം ഇസഡ് ടെൻസ് ടു 0 ഇതിനകത്ത് നമ്മൾ എക്സിന് പകരം വൈക്ക് പകരം എം എക്സ് എന്ന് കൊടുക്കാൻ പോവാ. അപ്പം എക്സ് മൈനസ് ഐ എം എക്സ് ബൈ എക്സ് പ്ലസ് ഐ എം എക്സ്. അപ്പം എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വൈ ഇല്ലാത്തത് കൊണ്ട് ഏത് ലിമിറ്റ് മാത്രം മതി? എക്സ് ടെൻസ് ടു 0 മതി. ഇനി നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിനെ കോമൺ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് ഐ എം ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം.
ദാ എക്സും എക്സും ക്യാൻസൽ ആയി പോവും. അപ്പം ഇതിന്റെ ലിമിറ്റിൽ പിന്നെ എക്സ് ഇല്ല. അപ്പം 1 - im/1 + im ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? 1 - im/1 + im എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം, ശരിയല്ലേ? അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡിഫറൻഷ്യബിൾ. ഈ ലിമിറ്റ് ഇല്ലെങ്കിൽ എഫ് ഡാഷ് ഇസഡിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ബട്ട് എഫ് ഈസ് എന്താ? കണ്ടിന്യൂസ്. കണ്ടോ? നേരത്തെ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ബട്ട് ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. അപ്പം ആ തിയറം പ്രൂവ് ആയോ? ഓക്കെ. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടോ? ഇല്ല. അപ്പം അതിനുള്ളൊരു കോംപ്ലക്സിലെ ഒരു എക്സാമ്പിൾ ആണ്, മറന്നു പോരുത്. കോംപ്ലക്സിലെ ഒരു എക്സാമ്പിൾ ആണ് ഇസഡ് കോൺജുഗേറ്റ്. ഇസഡ് കോൺജുഗേറ്റ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ബട്ട് എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഒരു ക്വസ്റ്റിനോട് ചെയ്ത് നോക്കിയാലോ? നോക്കിയേ. ഇത് ഡിഫറൻഷ്യബിൾ ആണോ ഇല്ലയോ നോക്കാം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാം, ഇസഡ് റിയൽ ഇസഡ് ബൈ മോഡ് ഇസഡ്. എപ്പോഴാ? ഇസഡ് നോട്ട് ഈക്വൽ ടു 0, 0 ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് ഡിഫറൻഷ്യബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എവിടെ തന്നെ? പോയിന്റ് എവിടെ തന്നെ? 0-ൽ. അപ്പോൾ ഏത് ലിമിറ്റ്? എഫ് ഡാഷ് ഓഫ് ഇസഡ് എങ്ങനെയാ? ലിമിറ്റ് എന്ത് ഇക്വേഷൻ? z tends to z0, limit z tends to z0, f of z minus f of z0 by z minus z0. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണേ. ലിമിറ്റ് z tends to z0. ആരാ എഫ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫ് ഓഫ് z നിങ്ങൾ വിചാരിക്കും 0 എടുക്കുമെന്നില്ല. കാരണം 0 അല്ലാത്ത കേസിലാണ് ലിമിറ്റ് z tends to നമ്മൾ ഏത് പോയിന്റിലെ ലിമിറ്റാ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഈ ഫംഗ്ഷനകത്തോട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടുത്തെ ലിമിറ്റാ? ഏത് പോയിന്റിലെ ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? 0-ലെ ലിമിറ്റ്. അപ്പോൾ ഇസഡ് നോട്ടിന് പകരം എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. അപ്പോൾ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് വരുമെന്ന് പറയേണ്ട മക്കളെ? 0. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 0-ലെ വിലയെന്നല്ല, 0-ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വില. അപ്പോൾ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വില എന്താ അവിടെ ഉള്ളവരെ? ഇസഡ് റിയൽ ഇസഡ് ബൈ മോഡ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് നോട്ടിന്റെ വില എന്താ? ഏത് പോയിന്റിലെ ചെക്ക് ചെയ്യുന്ന ഡിഫറൻഷ്യബിലിറ്റി? 0-ൽ. അപ്പോൾ എഫ് ഓഫ് 0, ഇസഡ് നോട്ട് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വില 0 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 0. ക്ലിയർ ആണ്? ഇനി ഇതിന്റെ ലിമിറ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കിക്കേ, ഈ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0-ക്ക് പകരം നമ്മൾ എന്തോ എഴുതുന്നു? ഇതിനെ ഒന്നുകൂടെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, പിന്നെ ബാക്കി വരുന്നത് ഇസഡ് റിയൽ ഇസഡ് ബൈ മോഡ് ഇസഡ് ബൈ ഇസഡ്. ഓക്കെ ആണോ? ഈ ഇസഡ് എവിടെ വരും എന്നാണ് അറിയേണ്ടത്. എവിടെ വരും ഈ ഇസഡ്? ആലോചിച്ച് നോക്കിക്കേ. മുകളിലൊരു ഫ്രാക്ഷൻ കിടക്കാണ്, താഴെ ഡിനോമിനേറ്ററിൽ ഇസഡ് ആണ്. അതിനെ z/1 എന്ന് എഴുതിയാൽ അത് റെസിപ്രോക്കൽ എടുക്കുമ്പം എവിടെ എഴുതും അതിനെ? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, ഇസഡ് റിയൽ ഇസഡ് ബൈ എവിടെ വരും? ഇസഡ് താഴേലേ വരുന്നേ അല്ലയോ? അപ്പൊ ഇസഡ് മോഡ് ഇസഡ്. അപ്പൊ ഇസഡും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. ക്ലിയർ ആണ്? ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ ഇത് നേരെ തിരിയുമ്പോൾ ഇസഡ് താഴെ, അല്ലെങ്കിൽ മോളിൽ നിന്ന് ഒരു ഇസഡും ഈ താഴത്തെ ന്യൂമറേറ്റർ കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് റിയൽ ഇസഡിനെ എക്സ് വൈയുടെ ടേമിൽ എഴുതണം. അപ്പോൾ ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 0. റിയൽ ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസഡ് എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ റിയൽ ഇസഡ് ആരാ? എക്സ്. ബൈ മോഡ് ഇസഡ് ആരാ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമ്മൾ പാത്തെടുക്കുമ്പോൾ വൈക്ക് എന്തെന്ന് കൊടുക്കും? എം എക്സ് എന്ന് കൊടുക്കും അല്ലയോ? അപ്പോൾ ലിമിറ്റ് എങ്ങനെ മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മുകളിൽ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ റൂട്ടിനകത്തുനിന്ന് നമ്മൾ ഇനി എക്സ് സ്ക്വയറിനെ പുറത്തെടുക്കുക. അപ്പൊ റൂട്ടിനകത്തുനിന്ന് എക്സ് സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരുവാടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിനെ പുറത്തെടുത്തേ 1 പ്ലസ് എം സ്ക്വയർ. ക്ലിയർ ആണോ? റൂട്ടിന് വെളിയിൽ നമ്മൾ എക്സ് സ്ക്വയറിനെ എടുക്കുക. റൂട്ട് ഓഫ് എ ഇൻറ്റു ബിനെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ എന്താവൂടാ? എക്സ് ആകും പിള്ളേരെ. അപ്പം 0 എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. എക്സും വെട്ടിപ്പോയി, പിന്നെ എക്സ് ഇല്ലാത്ത ഒരു വില ലിമിറ്റ് കിട്ടിയാൽ അതാണ് വാല്യൂ. 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ എന്ന് കിട്ടിയത് കണ്ടോ? 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. കണ്ടോ? എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിലയാ. എമ്മിന് 1 ഇട്ട് കൊടുത്താൽ ആ എഫ് ഡാഷ് എക്സിന് ഒരു വില കിട്ടും, എമ്മിന് 2 ഇട്ട് കൊടുത്താൽ വേറൊരു വില കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം. അപ്പം വാല്യൂ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതാണ്ട് ഇത് ചെയ്ത് നോക്കുക. എഫ് ഓഫ് ഇസഡിന് വിലയൊക്കെ ഇട്ട് കൊടുത്ത് എക്സിനെയും വൈയിലെയും ടേമിലാക്കി നമ്മൾ ചെയ്ത് നോക്കിയപ്പം അത് എമ്മിലെ വാല്യൂ കിട്ടിയത്. അവിടെ ഒരു എക്സ് എന്ന ടേം കിട്ടിയായിരുന്നെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയതിനെ. ബട്ട് ആണോ?
അല്ല. അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ മക്കളെ, ഈ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അതാണ്ട് ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ z ടെൻസ് ടു 2 ആണ് കേട്ടോ. z പോലൊക്കെ ഇരിപ്പുണ്ട്, 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ലിമിറ്റ് z ടെൻസ് ടു 2 x² - 4/z - 2. അപ്പം ലിമിറ്റ് z ടെൻസ് ടു 2 z² - 4/z - 2. ഈ സെറ്റിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ 0 ആയി പോകും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പാത്ത് ഡിസ്കസ് ചെയ്ത പോലെ വേണമെങ്കിൽ ചെയ്യാം. അതിനേക്കാൾ ഈ കണക്കൊക്കെ എളുപ്പം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതാ. ഇങ്ങോട്ട് നോക്കിക്കേ, ലിമിറ്റ് z ടെൻസ് ടു 2, മുകളിൽ കിടക്കുന്നത് x² - y² ഫോമാ. അപ്പോൾ അതിനെ z² - 4² എന്ന് പറഞ്ഞാൽ 2² ആണ് ബൈ z - 2. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് ഇതിനെ a² - b² എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് z - 2 ഇൻറ്റു z+2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ z - 2. z - 2 നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ഔട്ട് ചെയ്യാം. കണ്ടോ, പോളിനോമിയൽസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇനി നമുക്ക് കിട്ടിയ ലിമിറ്റ് z ടെൻസ് ടു 2 z+2 എന്നാണ്. ഇസഡിന് നമ്മൾ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 + 2 വാല്യൂ എത്ര കിട്ടുവാടാ? ലിമിറ്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മതി. പക്ഷേ ഡിനോമിനേറ്റർ ഒക്കെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു പോളിനോമിയൽ ആണെങ്കിൽ ഒന്നും നോക്കേണ്ട, അത് a² - b² ഫോമിലൊക്കെ ആണെങ്കിൽ അതിന് a - b × a+b എന്നൊക്കെ എഴുതി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ നോക്കുക. ഡിനോമിനേറ്ററിനെ 0 ആക്കുന്ന ഫാക്ടർ ക്യാൻസൽ ഔട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിന്റെ വില എത്ര കിട്ടിയടാ? 4 എന്ന് കിട്ടി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേഗം നോക്കിയാലോ. ക്വസ്റ്റ്യൻ നോക്കാം. Let f of z is equal to 1/z² + 1. Then which of the following statement is true regarding the differentiability of f of x? f of x നമുക്ക് തന്നിട്ടുണ്ട് 1/z² + 1. f of z എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഡിഫറൻഷ്യബിൾ എക്സെപ്റ്റ് z is equal to i ലും z is equal to -i ലും. ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ, ഒരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ അല്ല, ഒള്ളി അറ്റ് z is equal to i. ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടാൽ അത് ഡിഫറൻഷ്യബിൾ ആകാത്ത പോയിന്റ് അറിയണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകുവാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോക്കിക്കേ, ഈ z² + 1 നമ്മൾ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ z² വില -1 എന്നും z വില √-1. √-1 വിലകൾ iയും വരാം -i എന്നും വരാം. അതായത് നമ്മൾ z പകരം i എന്നോ -i എന്നോ കൊടുക്കുകയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. ഡിനോമിനേറ്റർ 0 ആയാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ഏക പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഡിനോമിനേറ്ററിനെ 0 ആക്കുന്ന പോയിന്റ്സ്. അപ്പൊ f of z is differentiable except at z is equal to i and z is equal to -i. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ലിമിറ്റ് z ടെൻസ് ടു 0 2xy/√(x² + y²). ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വല്ലതും പറ്റുമോ? ഇല്ല. എക്സിലും വൈയിലും z-ലല്ല തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്തതേ ഉള്ളൂ. x ടെൻസ് ടു 0 എന്തെന്നെടുക്കും? y ടെൻസ് ടു 0. എന്നിട്ട് 2xy/√(x² + y². z ടെൻസ് ടു 0 അർത്ഥം x + iy ടെൻസ് ടു 0 എന്നാണ് കേട്ടോ. ഇനി നമ്മളൊരു പാത്ത് ചൂസ് ചെയ്യും. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്ത് എന്തുവാ? y is equal to mx. അപ്പം നമ്മൾ ഈ ലിമിറ്റിനകത്തോട്ട് yക്ക് mx എന്ന് കൊടുത്താൽ പിന്നെ ഏത് ലിമിറ്റേ ഉള്ളൂ? x മാത്രമേ ഉള്ളൂ. അപ്പം 2 × x × y കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുവാടാ? mx എന്ന് കൊടുക്കും. ശരിയല്ലയോ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ √(x² + m²x²). നമ്മൾ ചെയ്തതാണെന്ന് തോന്നി പ്രോബ്ലം ഇല്ലയോ? അപ്പം ലിമിറ്റ് x ടെൻസ് ടു 0 2m x × x എന്തുവാ? x²/റൂട്ട്. ഇതിനകത്തുനിന്ന് ഒരു x² കോമൺ എടുക്കുകയാണെങ്കിൽ 1 + എന്തെന്ന് വരും? m² എന്ന് വരും. x² റൂട്ടിന് വെളി വരുമ്പോൾ x ആവുമല്ലേ ചെയ്യുന്നത്? അപ്പൊ ലിമിറ്റ് x ടെൻസ് ടു 0 x × മുകളിൽ x² × 2m ഉണ്ട് അല്ലേ? ഡിനോമിനേറ്റർ എന്ത് വരുവാടാ? റൂട്ടിന് വെളിയിൽ x² റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ x ആവും. അപ്പോൾ √(1 + m²). അപ്പോൾ x² നിന്നും ഒരു എക്സേ കട്ടായി പോകത്തുള്ളൂ. ഇവിടെ അവശേഷിക്കുന്നത് x × 2m/√(1 + x², m². അപ്പോൾ x എന്ന് പറയുന്ന ഒരു ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലയോ? അപ്പോൾ x കിടക്കുന്നിടത്ത് ഇനി ധൈര്യമായിട്ട് നമുക്ക് 0 കൊടുത്താൽ 0 × ഈ വിലയെന്ന് കിട്ടും അല്ലയോ? ഈ 2m/√(1 + m². അതിന്റെ വില എന്താണ് മക്കളെ? നമുക്ക് ധൈര്യമായിട്ട് പറയാം അതിന്റെ വില എന്തുവാ? 0. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. കണ്ടോ? പാത്ത് കൊടുത്ത് ചെയ്യുന്നത് കണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റാ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഹാസ് ഡിഫറെന്റ് ലിമിറ്റ്സ് അലോങ് ഡിഫറെന്റ് പാത്ത് ദെൻ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ശരിയാണോ? പല പാത്തിലും ഡിഫറെന്റ് ലിമിറ്റ്സ് വന്നാൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ശരിയാണോ തെറ്റാണോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ പാത്തിലുമുള്ള ലിമിറ്റ് യുണീക്ക് ആയിരിക്കണം. ഡിഫറെന്റ് ലിമിറ്റ് അല്ല, ഡിഫറെന്റ് പാത്തിൽ എന്ത് ലിമിറ്റ്? സെയിം ലിമിറ്റ് വരണം. അപ്പോഴാണ് ഫംഗ്ഷൻ
എന്താകുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് ലിമിറ്റ് വന്നാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല, ഇല്ലെന്ന് തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൂ, ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലയോ? ആണ്. ദി സ്റ്റേറ്റ്മെന്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബ്ലം വരുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ് സെറ്റ് നോട്ടിൽ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്താ? കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനാ. എന്തോ കണ്ടീഷൻ? എന്തുവായിരിക്കും കണ്ടീഷൻ? നോക്കിയേ, ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഇസെഡ് നോട്ട് എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസെഡ് നോട്ട്. ശരിയാണോ? ആണോ? എഫ് ഓഫ് ഇസെഡ് നോട്ടിന്റെ വില 0 ആകണമെന്നുണ്ടോ? ഇല്ല. ഇതിന്റെ വാല്യൂ 0 ആവണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് എവിടെയെങ്കിലും പറയുമോ? തിരിച്ചു നോക്കിയാ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവുമോ? ഇല്ല. അപ്പൊ ആകെയുള്ള കണ്ടീഷൻ എന്താ മക്കളെ? നമ്മുടെ ഒരു ഫംഗ്ഷൻ ഇസെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഇസെഡ് നോട്ടിലെ ലിമിറ്റ് വാല്യൂ 0യ്ക്കല്ല ഈക്വല്, ഇസെഡ് നോട്ടിലെ ഫംഗ്ഷന്റെ വിലക്ക് ഈക്വല. അത് 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1, അങ്ങനെ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ ആണ് ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഇസെഡ് നോട്ട് എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസെഡ് നോട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു മോഡ് ഇസെഡ്. നമ്മൾ മോഡ് ഇസെഡിന്റെ കാര്യം പറഞ്ഞ മോഡ് ഇസെഡ് ഇരിക്കുന്നതാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സാധനം കണ്ടിന്യൂസ് ആണ്, ബട്ട് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷാർപ്പ് എൻഡുകളിലൊന്നും ഡിഫറൻഷ്യബിൾ ആകില്ല, പോയിന്റ്സുകളിലൊന്നും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. കണ്ടോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻ വരരുത്. കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ, ഡിഫറൻഷ്യബിൾ ബട്ട് നോട്ട് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. ഏതാ ശരി? കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. കണ്ടോ, കണ്ടിന്യൂസ് ആണ് ബട്ട് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ഇൻ ദ കോംപ്ലക്സ് ഫൈൻ? എന്നാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൽ ഡിഫറൻഷ്യബിൾ ആകുന്ന ഫംഗ്ഷൻസ് എന്താണ്? നിങ്ങൾ ഡിഫറൻഷ്യബിൾ എന്ന് കണ്ടാലേ നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കാതെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. മോഡെക്സിന്റെ കാര്യം നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നു. മോഡെക്സ് ഡിഫറൻഷ്യബിൾ ആണോ മക്കളെ? അല്ല, 0ൽ ഡിഫറൻഷ്യബിൾ അല്ല. അടുത്ത എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഇസെഡ് ക്യൂബ്. ശരിയാണോ? ഇസെഡ് ക്യൂബ്, ഇസെഡ് ക്യൂബിന് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. 3z സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇസെഡ് ക്യൂബ് അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. മറന്നുപോകരുത്, പോളിനോമിയൽ ഫംഗ്ഷൻസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആണ് കേട്ടോ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എവരിവെയർ കണ്ടിന്യൂസ് ആണ്. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രാക്ഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. അടുത്ത് നോക്കാം, ഇസെഡ് കോൺജുഗേറ്റ്. ഇസെഡ് കോൺജുഗേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ അല്ല വര. അപ്പോൾ ഇസെഡ് കോൺജുഗേറ്റ് കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണോ? നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. ഇസെഡ് കോൺജുഗേറ്റ് ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. നിങ്ങൾ ആലോചിക്കുക, ഇസെഡ് കോൺജുഗേറ്റ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ x മൈനസ് IY എന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഫംഗ്ഷന്റെ ഇസെഡ് ഇസ് ഈക്വൽ ടു 0യിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഇനി 1/z ഒബ്വിയസ്ലി അല്ല, ബിക്കോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡിനോമിനേറ്ററിൽ ഇസെഡ് വന്നാൽ ഇസെഡ് 0 എന്ന് പറയുന്ന പോയിന്റ് ഡിനോമിനേറ്റർ 0 ഇട്ട് കൊടുത്താൽ ഇത് ഡിഫറൻഷ്യബിൾ ആകുമോ? ഇല്ല. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ അല്ല, ഇത് ഡിഫറൻഷ്യബിൾ അല്ല, ഇതല്ല. അപ്പോൾ ഇതാകുന്ന ഡിഫറൻഷ്യബിൾ പോയിന്റ് ഇസെഡ് ക്യൂബ്. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് എടുത്ത് നോക്കുക? ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഇസെഡ് കോൺജുഗേറ്റ് ആണെങ്കിൽ എഫ് ഓഫ് ഇസെഡ് എന്തായിരിക്കും? എഫ് ഓഫ് ഇസെഡിന്റെ പ്രത്യേകത ഡിഫറൻഷ്യബിൾ എവരിവെയർ, നോട്ട് ഡിഫറൻഷ്യബിൾ എവരിവെയർ, ഡിഫറൻഷ്യബിൾ ഒൺലി അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 0, ഡിഫറൻഷ്യബിൾ അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 1. എന്തായിരിക്കും കണ്ടീഷൻ? ഡിഫറൻഷ്യബിൾ ആണോ? നമ്മൾ ഓൾറെഡി ഇസെഡ് കോൺജുഗേറ്റ് ചെയ്തതാ. ഡിഫറൻഷ്യബിൾ ആണോ? അല്ല, നോട്ട് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള കണ്ടീഷൻ. അപ്പം നോട്ട് ഡിഫറൻഷ്യബിൾ കണ്ടാലേ ഉടനെ ടിക്കറ്റ് ഓണം. ഇസെഡ് കോൺജുഗേറ്റ് എന്ത് ഫംഗ്ഷൻ അല്ല? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല. ഓക്കെ, നമ്മൾ ചെയ്തതാണ് ഇസെഡ് കോൺജുഗേറ്റിന്റെ ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി. ഇതിനകത്തു നിന്നാണ് നമ്മളിനി എങ്ങോട്ട് പോകുന്നത്? ഈ പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ, ഹോളോമോർഫിക് ഫംഗ്ഷൻ, അതേപോലെ തന്നെ ഹാർമോണിക് കോൺജുഗേറ്റ്സ്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസും കുറേ കാര്യങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം ലിമിറ്റ് എന്താണ്? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.